വാഗമൺ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഏറ്റവും സുന്ദരമായ ഒരു പട്ടണം. ആ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ? പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം. വാഗമണിൽ നമ്മൾ നിരവധി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിലും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി അത് വേറെ ലെവലാണ്. പാലൊഴുകുമ്പോഴാണ് താഴേക്ക് വെള്ളം പതിക്കുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും നല്ല ക്യാൻവാസ് കാണണമെങ്കിൽ ഈ മല കയറണം. നമ്മുടെ വരാട്ടുമേട് ചെന്നാൽ നേരെ വെള്ളച്ചാട്ടം നേരിട്ട് കാണാം. അതായത് ഒരേ ഹൈറ്റിൽ നിന്ന് കാണാം. അപ്പോൾ വിട്ടേക്കാം, വാ പോര്. ഏലപ്പാറയിൽ നിന്ന് വാഗമൺ റൂട്ടിൽ വരുമ്പോൾ ബോണാമി എന്ന സ്ഥലത്തെത്തും. അവിടെ നിന്ന് വലത്തോട് തിരിഞ്ഞാൽ പാലൊഴുകുംപാറ. അവിടെ വണ്ടി വെച്ചിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, നല്ല കനത്തിൽ നടക്കാനുണ്ട്. ഇങ്ങനെ നടന്ന് ഈ കയറ്റം കയറിയാൽ ആ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ വരാട്ടുമേട്. പണ്ട് വെള്ളക്കാർ പറഞ്ഞു, ഇതാ തിരുവിതാംകൂറിന്റെ സ്കോട്ട്ലാൻഡ്. ബ്രിട്ടീഷുകാർ മല കയറിയതോടെ കമ്പനികൾ പിറന്നു. പരന്നു കിടക്കുന്ന പച്ചവിരിച്ച തേയിലത്തോട്ടങ്ങളിൽ പൊന്നു വിളയിച്ചു. ലോകം വിസ്മയിച്ചു. ഇപ്പോഴും വാഗമണ്ണിൽ അധികമാരും എത്തിച്ചേരാത്ത ഒരിടം, അതെ, നമ്മുടെ വരാട്ടുമേട്. അരമുക്കാൽ മണിക്കൂർ നടന്ന് ഈ വരാട്ടുമേടിലെത്തിയാൽ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം ഇങ്ങനെ അടുത്ത് കാണാം. അതിൻ്റെ ഒരു ഭംഗി അത് വല്ലാത്തൊരു ഫീലാണ്. നടന്നു വന്ന കിതപ്പിനെല്ലാം അകറ്റി മാറ്റും ഈ കാഴ്ചാനുഭവം. കോടമഞ്ഞും ചാറ്റൽ മഴയും പച്ചപ്പും നിറഞ്ഞ വല്ലാത്തൊരനുഭവം. പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം വരെ എത്താറുണ്ട് സഞ്ചാരികൾ. എന്നാൽ മല കയറാൻ മുതിരാറില്ല. വാഗമണ്ണിൽ നിന്ന് നേരെ 10 കിലോമീറ്റർ പോയാൽ പാലൊഴുകുംപാറ വെള്ളച്ചാട്ടം കാണാം. പിന്നെ 3 കിലോമീറ്റർ ഓഫ് റോഡാണ്. യാത്രകളെ പ്രണയിക്കുന്നവർക്ക് വരാട്ടുമേട് നൽകുന്ന അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. മീശപ്പുലിമല, കൊളുക്കുമല, കൈലാസഗിരി തുടങ്ങി കേരളത്തിലെ പല സ്വർഗങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോഴിതാ പുതിയൊരു സ്വർഗം കൂടി, നമ്മുടെ വരാട്ടുമേട്. എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.